മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തെ ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയ ഒരു പ്രദേശമാണ് ഇത്. വില്ലേജ് ഓഫീസ് പരിസരമാണ്. വില്ലേജ് ഓഫീസിനടുത്താണ് ഇപ്പോഴും ഹിറ്റാച്ചി തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രദേശവാസികളൊക്കെ വരുന്നതേ ഉള്ളൂ. ഇവിടെ നിന്നുള്ള കൂടുതൽ ആളുകളും ഈ ദുരന്തമുണ്ടാകുമെന്ന സൂചനയുണ്ടായപ്പോൾ തന്നെ ഇവിടെ നിന്ന് മാറി താമസിച്ചിരുന്നു. ഈ പ്രദേശത്ത് നിന്ന് കിട്ടിയ മൃതദേഹങ്ങൾ അധികവും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി വന്നതാണ് എന്നാണ് പറയുന്നത്. ഈ പ്രദേശത്ത് അധികം ആളുകൾക്കൊന്നും അപകടം പറ്റിയിട്ടില്ല. ഈ പ്രദേശവാസികൾ നമ്മളോടൊപ്പമുണ്ട്. എന്താ അന്ന് വൈകുന്നേരം സംഭവിച്ചത്? നിങ്ങളൊക്കെ എങ്ങനെയാണ് മാറിയത്? തിങ്കളാഴ്ച ഒരു 12 മണി വരെ രാവിലെ മുതൽ വെള്ളം കയറി വരിക ഇറങ്ങുക കയറി വരിക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു പന്തി അതായത് എന്തോ വെള്ളം ഉരുള് പൊട്ടും. പക്ഷെ ഇങ്ങനത്തെ ഒരു പൊട്ടാണെന്നില്ല പ്രതീക്ഷയില്ല. വെള്ളം കയറുന്നതുകൊണ്ട് എല്ലാ കൊല്ലം അപ്പോൾ വയസ്സായവരെ ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കുക എന്നുള്ളത് ആദ്യം തീരുമാനിച്ചു. അങ്ങനെ മാറ്റി താമസിപ്പിച്ച് പിന്നെ അളിയനും ഭാര്യയും പെങ്ങന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. അവരാണ് ഈ രാത്രി ഒരു 1:40 ഈ പൊട്ടിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഡോറ് തുറന്നിട്ട് അവർ ഡോറ് തുറന്ന് നോക്കുമ്പോൾ വെള്ളം കല്ലും മണ്ണും മുട്ടിയെല്ലാം വീടിൻ്റെ മരത്തെത്തി അരക്ക് മേലെ എത്തിപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെ വീടിൻ്റെയൊക്കെ അവസ്ഥ എന്താ? എല്ലാവരും വന്നോ ഇങ്ങോട്ട്? ആരും വന്നിട്ടില്ല. ആർക്കും വരാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് ചളിയായി മണ്ണ് കയറിയിട്ട് നിൽക്കുകയാണ്. ഫർണിച്ചറെല്ലാം കേട് നിൽക്കുകയാണ്. ഡോറെല്ലാം പൊട്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നന്നാക്കി കഴിഞ്ഞ് അത് മാത്രമല്ല ഇവിടുത്തെ ഈ കാര്യങ്ങളെല്ലാം നോക്കി എങ്ങനെ താമസിക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഈ ചെറിയ കുട്ടികളൊക്കെ എല്ലാം ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുള്ളൂ. വില്ലേജ് ഓഫീസ് പരിസരത്ത് താമസിക്കുന്ന അബ്ദുറഹ്മാനൊക്കെയാണ് പറഞ്ഞത്. നേരത്തെ ഇവരൊക്കെ അന്ന് തന്നെ മാറിയിരുന്നു. അതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ വീടും വസ്തുവകകളും ഒക്കെ ആകെ നാശോന്മുഖമായ അവസ്ഥയിലാണ്. ഉടനെയൊന്നും തിരിച്ചു വരാനുള്ള സാധ്യതയില്ല. ഇന്ന് വീടൊക്കെ ഒന്ന് ഈ പരിസരമൊക്കെ നോക്കാൻ വേണ്ടി എത്തിയതാണ് അദ്ദേഹം.